നിങ്ങൾ ഒരു ബിമ്മിന്റെ കരിയർ പാത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ആസ് എ ബിം എഞ്ചിനീയർ ആയിട്ട് ഒരു കമ്പനിയിൽ കയറുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്പനീസ് എന്തായിരിക്കും നിങ്ങളെന്ന് ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് യു ഷുഡ് ഹാവ് റിയൽ മാർക്കറ്റ് സിനാരിയോസ്, അല്ലെങ്കിൽ റിയൽ മാർക്കറ്റിലുള്ള പ്രൊജക്റ്റുകളിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. പല ആൾക്കാരും ചോദിക്കും, സാർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണ്ടേ, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടണ്ടേ, അല്ലാതെ എനിക്ക് എങ്ങനെ എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റുന്നുള്ളത്. ഇഫ് യു ആർ എ ബിം ഓർ എനി അതർ ഫീൽഡ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഓക്കെ, യു ക്യാൻ കണക്ട് എനി ബിം എഞ്ചിനീയേഴ്സ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പോഷർ ചെയ്യുന്ന കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് റിയൽ മാർക്കറ്റിലെ ഡ്രോയിങ്സ് വെച്ചിട്ട്, റിയൽ മാർക്കറ്റിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആണ് നിങ്ങൾ ഒരു ബിമ്മ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ സി വിയിൽ എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കുമ്പോഴും, പ്രൊജക്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുകയാണെങ്കിലും, ഈവൻ ഇഫ് യു ആഡഡ് ദാറ്റ് വൺ ഇൻ ടു യുവർ പോർട്ട്ഫോളിയോ, ഡിഫറെൻറ്റ് പ്രൊജക്ട്സിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് മാത്രം മതി നിങ്ങൾക്ക് ഒരു കമ്പനീസിൽ നിങ്ങളുടെ സി വി ഹൈലൈറ്റ് ചെയ്ത് വരാനും നിങ്ങളെ ഹയർ ചെയ്യാനുള്ള ചാൻസ് കൂടാനുള്ളത്. കമ്പനീസിന് എപ്പോഴും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് എഞ്ചിനീയേഴ്സ് ആയിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ബേസിക് കൺസ്ട്രക്ഷൻ നോളജ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് എങ്ങനെയാണ് ബിമ്മിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം, എങ്ങനെയായിരിക്കണം അത് ചെയ്യേണ്ടത്, അത് റിയൽ പ്രൊജക്റ്റിലായിരിക്കണം. യൂഷ്വലി നമ്മൾ കാണുന്നൊരു സിനാരിയോ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മാർക്കറ്റിൽ ഈവൻ ഈ ബിമ്മിൻ്റെ കോഴ്സ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ബിം എക്സ്പേർട്ട് ആയിരിക്കും, ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആയിരിക്കില്ല. അത് ഇൻഡസ്ട്രിയിലെ ഡ്രോയിങ്സ് ചിലപ്പോൾ അവർ കണ്ടിട്ടില്ല. ബിമ്മിൻ്റെ ടൂൾസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. സോ ടൂൾസ് മാത്രം പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ. അല്ലെങ്കിൽ നിങ്ങളൊരു ബിം എഞ്ചിനീയർ ആയിട്ടില്ല. ആ ടൂൾസ് വെച്ചിട്ട് എങ്ങനെ ഒരു ഡ്രോയിങ് ഉണ്ടാക്കാം, എങ്ങനെ ആ ഡ്രോയിങ് കമ്പനീസിലെ അല്ലെങ്കിൽ മാർക്കറ്റ് സിനാരിയോസിലെ സ്റ്റാൻഡേർഡ്സിൽ ഉണ്ടാക്കാം, എങ്ങനെ ഒരു ഓട്ടോ കാഡിൽ വെച്ചിട്ട് നമ്മളുടെ ഈ ടൂൾസ് കണക്ട് ചെയ്തിട്ട് ഒരു ബിം ഡ്രോയിങ് ഉണ്ടാക്കുക. ഈ കാര്യങ്ങളുടെ ആ കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷനാണ് എപ്പോഴും കമ്പനീസ് നോക്കുക. ആ കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഹയറിങ്ങും വളരെ സ്മൂത്ത് ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും ജോബ് കിട്ടും.